ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഹോം സയൻസ് ആണ് എടുക്കാൻ പോണത്. ഹോം സയൻസിൽ നെക്സ്റ്റ് ചാപ്റ്റർ ഇൻകം മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ വരുമാന നിർവഹണം, ഇൻകം മാനേജ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കാനുള്ളത് കുറച്ച് ടേംസ് ആണ്. അപ്പോൾ നമ്മൾ 10th പഠിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഹോം സയൻസ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെയൊക്കെ കുറച്ച് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ എല്ലാ ചാപ്റ്റേഴ്സിനും നമ്മൾ നോക്കിയിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ചെറിയ ചെറിയ ഒരു മോഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇൻകം മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ വരുമാനത്തെ നമ്മളെങ്ങനെ കാര്യക്ഷമമായിട്ട് വിനിയോഗിക്കുന്നു, ഇതാണ് ഇൻകം മാനേജ്മെൻറ്റിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ചെറിയ ടോപ്പിക്സുകളാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഫാമിലി ഇൻകം എന്ന് നോക്കാം. ഒരു കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും പൂർത്തീകരിക്കാൻ ലഭ്യമായ പണം, സാധന, സേവനങ്ങൾ എന്നിവ അടങ്ങിയതിനെയാണെന്ന് പറയുക കുടുംബ വരുമാനം എന്ന് പറയാം. അപ്പോൾ നമ്മൾ സമ്പാദിക്കുന്ന പണം മാത്രമല്ല, അപ്പോൾ നമ്മുടെ വീട്ടിൽ ചെറുതായിട്ട് ഒരു പച്ചക്കറി കൃഷി ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പച്ചക്കറി അതൊരു തരത്തിൽ നമ്മുടെ ഇൻകമാണ്. ഇനി പണ വരുമാനം അല്ലെങ്കിൽ മണി ഇൻകം, അതായത് നമ്മുടെ കൈകളിലൂടെ കൈകാര്യം ചെയ്യുന്ന പണത്തിനെയാണെന്ന് പറയുക പണ വരുമാനം എന്ന് പറയുന്നത്. അത് നമ്മൾ ജോലി ചെയ്ത് കിട്ടുന്ന നമ്മുടെ സാലറി ആവാം, അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് നിക്ഷേപങ്ങളുടെ പലിശയാവാം, അതോ അല്ലെങ്കിൽ നമ്മൾ വീടോ കെട്ടിടങ്ങളോ വാടകയ്ക്ക് കൊടുത്തിട്ട് കിട്ടുന്ന ആ വാടക തുകയാവാം. അപ്പം എന്തായാലും നമ്മുടെ കൈകളിലൂടെ കൈകാര്യം ചെയ്തു പോകുന്ന പണത്തിനെയാണ് പണ വരുമാനം എന്ന് പറയുന്നത്. ഇനി അടുത്ത ടേം നമുക്ക് നോക്കാനുള്ളത് റിയൽ ഇൻകം അല്ലെങ്കിൽ യഥാർത്ഥ വരുമാനം. നമ്മുടെ കുടുംബം മുഴുവനായും ആസ്വദിക്കുന്ന എല്ലാ സാധന സേവനങ്ങളുമാണ് യഥാർത്ഥ വരുമാനം. അപ്പോൾ എല്ലാതും, ഈ പണവും അല്ലെങ്കിൽ ബാക്കി എല്ലാ തരത്തിലും നമുക്ക് കിട്ടുന്ന അസറ്റുകളെല്ലാം കൂടെ കൂട്ടിയതിനെയാണ് നമ്മൾ റിയൽ വരുമാനം അല്ലെങ്കിൽ യഥാർത്ഥ വരുമാനം എന്ന് പറയാം. അപ്പോൾ ഇത് നമ്മൾ താമസിക്കുന്ന വീട്, നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ കൃഷിത്തോട്ടം, അതിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറികൾ, അങ്ങനെയുള്ള എല്ലാതും ഒക്കെ നമ്മുടെ ഈ റിയൽ ഇൻകമ്മിൽ പെടുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്ന ടേംസ്, ഞാൻ ഈ ടേംസ് പറയണത് വൺ വേർഡൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ വാട്ട് ഈസ് നീഡ്സ്, വാട്ട് ഈസ് റിയൽ ഇൻകം, അല്ലെങ്കിൽ വാട്ട് ഈസ് ഇൻകം, അല്ലെങ്കിൽ വാട്ട് ഈസ് മണി ഇൻകം എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ ആ ടേംസുകൾ നമ്മൾ ഡെഫിനിഷനായിട്ട് പഠിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നീഡ്സ് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ, നമ്മൾ പൂർത്തീകരിക്കേണ്ട നമ്മുടെ പോരായ്മകൾ, അതിനെയാണ് നമ്മൾ നമ്മുടെ നീഡ്സ് അല്ലെങ്കിൽ ആവശ്യങ്ങൾ എന്ന് പറയാം. അപ്പോൾ നമുക്ക് ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ഭക്ഷണം കഴിക്കണം, അല്ലേ? നമ്മൾ ആരോഗ്യമില്ലായ്മ നമ്മുടെ ഒരു പോരായ്മയാണ്. അപ്പോൾ ആ പോരായ്മ നികത്താൻ വേണ്ടി നമ്മൾ വേണം? ഭക്ഷണം കഴിക്കണം. അപ്പോൾ നമ്മുടെ ഒരു ആവശ്യമാണ്. നമ്മുടെ പോരായ്മകളെ പൂർത്തീകരിക്കുക, അതിനെയാണ് നമ്മൾ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നീഡ്സ് എന്ന് പറയാം. ഇനി അപ്പോൾ ആരോഗ്യത്തിന് വേണ്ടി ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ഭക്ഷണം അത് നമ്മുടെ ഒരു ആവശ്യമാണ്. നമുക്കൊരു ഷെൽട്ടർ ആവശ്യമാണ്, അല്ലേ? മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടും ചൂട് തണുപ്പായി നിന്നൊക്കെ രക്ഷ നേടാനൊക്കെ നമുക്ക് ഷെൽട്ടർ ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ പാർപ്പിടം നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ പോരായ്മകളെ നികത്താൻ വേണ്ടിയിട്ടുള്ളത് അതിനെയാണ് നമ്മുടെ ആവശ്യം അല്ലെങ്കിൽ നീഡ്സ് എന്ന് പറയാം. ഇനി ഡിസയർ, വാട്ട് ഈസ് ഡിസയർ അല്ലെങ്കിൽ ആഗ്രഹം. ആവശ്യങ്ങളെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ആഗ്രഹങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കും. ആവശ്യവും ആഗ്രഹവും തമ്മിൽ വ്യത്യാസമുണ്ട്. ആവശ്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് വേണ്ടതാണ്, നമുക്ക് വേണം. പാർപ്പിടം, വസ്ത്രം, ആഹാരം അതൊക്കെ വേണം, അത് കിട്ടിയേ തീരൂ. പക്ഷെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ജീവിക്കാം. ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവുള്ളൂ. ആവശ്യങ്ങളെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ആഗ്രഹങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കും. ജീവിക്കാൻ ഇത്തരം ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കേണ്ടത് അനിവാര്യമല്ല, അത്യാവശ്യമൊന്നുമില്ല. ആവശ്യങ്ങൾ, നീഡ്സ് നമ്മൾ വേണം? പൂർത്തീകരിക്കണം, എന്നാലാണ് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഡിസയർ നമ്മൾ പൂർത്തീകരിക്കേണ്ട ആവശ്യമില്ല. ഇനി വാട്ട് ഈസ് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ചിലവുകൾ നമ്മുടെ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിന് ചെലവഴിക്കുന്നതിനെയാണ് നമ്മൾ ചിലവ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിന് ചെലവഴിക്കുന്ന പണമാണ് ചെലവ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ വാട്ട് ഈസ് ഗുഡ്സ്, അതേപോലെ വാട്ട് ഈസ് സർവീസസ്. അപ്പോൾ ഗുഡ്സ് എന്ന് പറയുമ്പോൾ
നിത്യജീവിതത്തിൽ നമുക്ക് ആവശ്യമായി ഉപയോഗിക്കുന്നവയാണ് സാധനങ്ങൾ, ഗുഡ്സ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് എന്താണ്? നമ്മുടെ ആഹാരം, ധരിക്കാനുള്ള വസ്ത്രം, കഴിക്കാനുള്ള ആഹാരം, അതൊക്കെ എന്താണ്? ഗുഡ്സ്. ഇനി എന്താണ് സർവീസസ്? ജീവിതം സുഖകരമാക്കുന്നതിന് നമ്മൾ ഉപയുക്തമാക്കുന്നവയാണ് സേവനങ്ങൾ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ വാസസ്ഥലത്തിന് നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ട്. അപ്പോൾ ആ ഇലക്ട്രിസിറ്റി, ജലസൗകര്യങ്ങൾ, ഗതാഗതം, അതിനൊക്കെയാണ് എന്ത് പറയുക? സർവീസസ് എന്ന് പറയാം. അപ്പം അങ്ങനെയുള്ള ചില ടേംസും അതിൻ്റെ ഡെഫിനീഷൻസും പഠിച്ചു വയ്ക്കുക. 1 മാർക്കിനത് ചോദിക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ എക്സ്പെൻഡിച്ചർ നമുക്ക് എങ്ങനെ എക്സ്പെൻഡിച്ചർ പ്ലാൻ ചെയ്യാന്നുള്ളതാണ്. അതായത് നമ്മുടെ വരുമാനം അല്ലെങ്കിൽ നമ്മുടെ ചിലവുകളെ നമ്മുടെ വരുമാനത്തിനനുസരിച്ച് നമ്മുടെ ചിലവുകളെ നമുക്ക് എങ്ങനെ ആസൂത്രണം ചെയ്യാന്നുള്ളതാണ്. എക്സ്പെൻഡിച്ചർ നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് വേണം? നമ്മുടെ ചിലവുകൾ, എന്തൊക്കെ എക്സ്പെൻഡിച്ചറാണ് നമുക്കുള്ളത് എന്ന് നമ്മൾ ആദ്യം ലിസ്റ്റ് ഔട്ട് ചെയ്യാം. അപ്പോൾ അതിൽ നമുക്ക് പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. പ്രൈമറി എന്ന് പറയുമ്പോൾ ഈ പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഭക്ഷണം, പാർപ്പിടം, മരുന്നുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ നെക്സ്റ്റ് സെക്കൻഡറി ആയിട്ട് വരുന്നതാണ് ഗതാഗതം, വിദ്യാഭ്യാസം, നിക്ഷേപം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ പ്രാഥമികമായിട്ടുള്ള അല്ലെങ്കിൽ പ്രൈമറി ആയിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റി കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ സെക്കൻഡറി ആയിട്ട് ചെയ്യാം. ഈ പ്രാഥമികവും ദ്വിതീയവുമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട്, നമ്മുടെ ഡിസയേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് ബാക്കിയുള്ള ചിലവുകൾക്ക് നമുക്ക് പൈസ നീക്കി വയ്ക്കാം. ഇങ്ങനെയാണ് നമ്മുടെ വരുമാനത്തിന് നമ്മുടെ ചിലവുകൾക്ക് വേണ്ടിയിട്ട് ആസൂത്രണം ചെയ്യേണ്ടത്. ഇനി നമുക്ക് നോക്കാനുള്ള ഒരു ടേം എന്ന് പറയുന്നത് ഇൻകം മാനേജ്മെൻ്റ് ആണ്. നമുക്ക് കിട്ടുന്ന വരുമാനത്തെ നമ്മൾ എങ്ങനെ കൃത്യമായി ഉപയോഗിക്കുന്നു. കുടുംബ വരുമാനത്തിൻ്റെ ആസൂത്രിതവും നിയന്ത്രിതവുമായ ഉപയോഗത്തെയാണ് വരുമാന നിർവഹണം അല്ലെങ്കിൽ ഇൻകം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്ന കുടുംബ വരുമാനത്തിൻ്റെ ആസൂത്രിതവും നിയന്ത്രിതവുമായിട്ടുള്ള ഉപയോഗം. കാരണം കിട്ടുന്ന വരുമാനം കൊണ്ട് എല്ലാ ചെലവുകളും നടക്കണം അല്ലേ? അപ്പോൾ എല്ലാ ചെലവുകൾക്കും ആ വരുമാനം എത്തിക്കുക, അങ്ങനെയുള്ള ഒരു പ്ലാനിങ്ങിനെയാണ് എന്ത് പറയുക? വരുമാന നിർവഹണം അല്ലെങ്കിൽ ഇൻകം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ പ്രോസസ്സുകളെന്ന് നോക്കാം. കുടുംബ വരുമാനത്തിൻ്റെ ഉപയോഗത്തെ ആസൂത്രണം ചെയ്യുക. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. കുടുംബ വരുമാനത്തിൻ്റെ ഉപയോഗത്തെ നിയന്ത്രിക്കുക, അതായത് പണം പാഴാക്കാതെ അത്യാവശ്യങ്ങൾക്ക് നമ്മളത് ഉപയോഗിക്കാം. ചെലവ് നിയന്ത്രിക്കാനായി സമയം, ഊർജം, കഴിവ്, അറിവ് എന്നിവ കൃത്യമായി ഉപയോഗിക്കുക. ഇത്തരം മെത്തേഡ്സിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇൻകം മാനേജ്മെൻറ്റ് വളരെ സക്സസ്ഫുള്ളായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി ചില വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, അവർ ചിലവിൻ്റെയും വരുമാനത്തിൻ്റെയും ചിലവിൻ്റെയും ഒക്കെ കണക്കുകൾ ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കും. അങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നത് കൊണ്ട് എന്താണ് നമുക്കൊരു യൂസ് ഉള്ളത്? അപ്പോൾ നമുക്ക് ഈ മാസം നമ്മളെടുത്ത് നോക്കുകയാണല്ലേ, ഇത്ര വരുമാനം, ഇത്ര ചിലവുകൾ, ഇത്ര ചിലവ് കൂടുതലാണ്, അപ്പോൾ നമുക്ക് എന്താണ് അടുത്ത മാസം ആകുമ്പോൾ അത് കുറയ്ക്കാം. നമുക്കൊരു മുന്നോട്ട് പോകുമ്പോൾ ഒരു കാൽക്കുലേഷൻ കിട്ടാനായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു കൺട്രോൾ കിട്ടാനൊക്കെ ആയിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എന്താണ് ഇങ്ങനെ കണക്കുകൾ സൂക്ഷിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് നോക്കാട്ടോ. എത്രത്തോളം എന്തിനെല്ലാം പണം ചിലവാക്കുന്നുണ്ട് എന്നൊക്കെ നമുക്കറിയാനായിട്ട് പറ്റും. അനാവശ്യ ചിലവുകളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. വിവിധ മാസങ്ങളിലെ ചിലവുകളെ താരതമ്യം ചെയ്യാനാവും. ഭാവിയിലേക്ക് വേണ്ടി വരുമാനത്തെ ആസൂത്രണം ചെയ്യാം. അപ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് ഇങ്ങനെ കാണുമ്പോൾ എന്താണോ ഇത് മതി, എന്ത് വേണം, കുറച്ച് നമുക്ക് മാറ്റി വെക്കണം, നിക്ഷേപത്തിനും കൂടെ വേണം എന്നുള്ളൊരു ചിന്ത വരും. ഇനി നമ്മുടെ വരുമാനം നമുക്ക് എങ്ങനെയൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും? ഇപ്പോൾ സാധാരണ നമുക്കൊരു ജോലി ഉണ്ടാവും, അതിൽ നിന്നൊരു സാലറി ഉണ്ടാവും. അതിനൊപ്പം നമുക്ക് എന്ത് ചെയ്യാം? പാർട്ട് ടൈം ജോബ്സ് ചെയ്യാം, അല്ലെങ്കിൽ കെട്ടിടങ്ങളോ വീടോ ഒക്കെ ഉണ്ടെങ്കിൽ വാടകയ്ക്ക് കൊടുത്ത് അങ്ങനെ ഒരു ഇൻകം ഉണ്ടാക്കാം. അല്ലെങ്കിൽ എന്താണ് നമ്മളെന്തെങ്കിലും നിക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പലിശ കിട്ടാം. അപ്പോൾ നമ്മുടെ ജോലിക്ക് പുറമെ എന്താണ് അത് നമുക്ക് വേറൊരു ഇൻകമാണ്. നമുക്ക് കിട്ടുന്ന വിഭവങ്ങളെ നമുക്ക് ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കാം. നേരത്തെ ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് മാക്സിമം നമുക്ക് പറ്റാവുന്നത്ര കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്തെടുത്തു കഴിഞ്ഞാൽ
അത്രയും ചിലവ് കുറയും. അപ്പോൾ നമ്മുടെ വരുമാനത്തിന് നമുക്കത് വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് നോക്കാനുള്ളത് സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളതാണ്. സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും. അപ്പോൾ എന്താണ് സേവിങ്സ് എന്ന് നോക്കാം. ഭാവിയിലെ ഉപയോഗത്തിനായോ അടിയന്തര ആവശ്യങ്ങൾക്കായോ നിലവിലെ വരുമാനത്തിൽ നിന്നും നീക്കി വെച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? സേവിങ്സ് എന്ന് പറയാം. സമ്പാദ്യം വർദ്ധിപ്പിക്കുമ്പോൾ അതിനെ നിക്ഷേപം എന്ന് വിളിക്കാം. അതായത് ഇപ്പോൾ നമുക്ക് ഒരു 10,000 രൂപ സാലറി ഉണ്ട്. അതിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു 3,000 രൂപ മാറ്റി വെച്ചിരിക്കുകയാണ്. അതവിടെ വെറുതെ മാറ്റി വെച്ചിരിക്കുകയല്ല. എന്ത് ചെയ്തിരിക്കണത്? പെട്ടെന്നൊരാവശ്യം വന്ന് നമ്മൾ അതിൽ നിന്ന് എടുക്കും. അങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്ത് പറയുക? സേവിങ്സ് എന്ന് പറയുക. അത് ഭാവിയിൽ ഒരാവശ്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെല്ലാം അടിയന്തര ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ എടുക്കാൻ വേണ്ടി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഒരു തുക. ഇനി എന്താണ് നിക്ഷേപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമ്പാദ്യം. ഇപ്പോൾ നമ്മൾ നമുക്കൊരു ലോട്ടറി അടിച്ചു. അപ്പോൾ നമ്മൾ ആ തുക എന്ത് ചെയ്തു? കൊണ്ടുപോയിട്ട് നിക്ഷേപിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മളത് എടുക്കുന്നില്ല. കാലങ്ങളേക്കായിട്ട് നമ്മളവിടെ ഫിക്സഡ് ആയിട്ട് വെച്ചു. അങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്ത് പറയുക? നിക്ഷേപം എന്ന് പറയാം. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. നിക്ഷേപം എടുക്കുന്നില്ല, സമ്പാദ്യം നമ്മളെന്താണ് ആവശ്യം വരുമ്പോൾ എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്തിനാണ് ഇങ്ങനെ സമ്പാദിക്കുന്നത്? നമ്മുടെ ഭാവി സുരക്ഷിതമാവാൻ വേണ്ടിയിട്ടില്ല. എന്നും നമുക്ക് പൈസ കിട്ടിയെന്നൊന്നും വരില്ല. ഒരു സമയത്ത് നമുക്ക് വയ്യാണ്ടായി അല്ലെങ്കിൽ പൈസ ഇല്ലാണ്ടാവുമ്പോൾ നമുക്ക് എന്താണ്? നമ്മുടെ ഈ സമ്പാദ്യം നമുക്ക് ഉപയോഗപ്പെടുത്താം. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു, നമുക്ക് ആരുടെ നിന്ന് കടം വാങ്ങാൻ പറ്റുന്നില്ല, നമ്മുടെ സമ്പാദ്യം ഉണ്ട്, നമുക്കത് ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താം. അപ്പോൾ നമുക്ക് വേറെ ഭാവിയിൽ നമുക്ക് എന്താണ്? ഈ ജോലി മതിയായി, എന്നാൽ വേറെ ഒരു തൊഴിൽ തുടങ്ങാം. ഒരു കടയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സ്വയം തൊഴിൽ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടി നമുക്കിത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ കുട്ടികളുടെ കല്യാണമോ അങ്ങനെയുള്ള പഠിപ്പിൻ്റെ ആവശ്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ സമ്പാദിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ സമ്പാദ്യം. പണ്ടൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യുക? നമ്മൾ പഴയ വീടുകളിൽ നിന്നൊക്കെ നിധി കിട്ടിയെന്നൊക്കെ പറയൂലേ, വീടുകളിൽ തന്നെ കൊണ്ടുപോയി സൂക്ഷിച്ച് വെക്കും. പക്ഷെ ഇപ്പം നമ്മൾ ആരും അങ്ങനെ ചെയ്യാറില്ല. അങ്ങനെ ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താ? ഇവിടെ കൊള്ളയടിക്കപ്പെടാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ സമ്പാദ്യത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ സമ്പാദ്യം സൂക്ഷിക്കുക എന്നുള്ളത് അത്ര പ്രാക്ടിക്കലല്ല. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ നമുക്ക് ബാങ്ക് ഡെപ്പോസിറ്റിനെ കുറിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും മുന്നേ നമുക്ക് ആദ്യം എന്ത് വേണം? ബാങ്കിലൊരു അക്കൗണ്ട് വേണം. അപ്പോൾ എങ്ങനെ നമ്മൾ ഒരു അക്കൗണ്ട് തുടങ്ങുക? നമുക്കെല്ലാവർക്കും അറിയാം ബാങ്കിൽ എങ്ങനെ അക്കൗണ്ട് തുടങ്ങാമെന്ന്. എല്ലാവർക്കും. ഇപ്പോൾ കുട്ടികളാണെങ്കിൽ പോലും സ്കൂളിലെ പല ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവരായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ബാങ്കിൽ നിന്ന് തരുന്നൊരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കും. നമ്മുടെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊടുക്കും. പിന്നെ നമ്മൾ ബാങ്കിൽ അറിയാവുന്ന ആരെങ്കിലും നമ്മളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. കാരണം അപ്പോൾ നമ്മുടെ ഒരു സാമ്പത്തിക സ്ഥിതിയും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അത് നമ്മളെ സഹായിക്കും. അങ്ങനെ നമ്മൾ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങും. പല ടൈപ്പിൽ 0 ബാലൻസോ അല്ലെങ്കിൽ ഇത്ര നിർദ്ദിഷ്ടമായിട്ടുള്ള ഒരു തുക, ഇത്ര പൈസയുടെ ഒരു അക്കൗണ്ട് തുടങ്ങും. നമ്മൾ അതിലെന്ത് ചെയ്യും? മാസമോ അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന പോലെ നമ്മളവിടെ പൈസ നിക്ഷേപിച്ച് തുടങ്ങും. അപ്പോൾ പല ടൈപ്പ് അക്കൗണ്ടുകളുണ്ട്. സേവിങ്സ് ഉണ്ട്, കറണ്ട് ഉണ്ട്, ഫിക്സഡ് ഉണ്ട്. ഫിക്സഡ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഫിക്സഡായിട്ട് ഇട്ട് കഴിഞ്ഞാൽ മാസം അതിനനുസരിച്ചുള്ളൊരു തുക നമുക്ക് പലിശ കിട്ടും. സേവിങ്സ് എന്ന് പറയുമ്പോഴോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാനും ഇടാനും ഒക്കെ സൗകര്യമുള്ള അക്കൗണ്ടുകളാണ്. അപ്പോൾ ആ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അതിന് ഒരു ചെറിയ ശതമാനം പലിശ അതിലിങ്ങനെ കയറിക്കൊണ്ടിരിക്കും. കറണ്ട് അക്കൗണ്ട് എന്ന് പറയുമ്പോഴോ അത് ഈ കച്ചവടക്കാർ അവരൊക്കെ യൂസ് ചെയ്യുന്ന അക്കൗണ്ടുകളാണ്. അപ്പോൾ അതിൽ അങ്ങനെയുള്ള അക്കൗണ്ടുകൾ. അപ്പോൾ എങ്ങനെയാണ് തുടങ്ങാൻ നമുക്കറിയാം. ഇനി ഇതുപോലെ വേറൊരു സേവിങ് പദ്ധതിയാണ് PF അല്ലെങ്കിൽ പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയണത്. അപ്പോൾ ഇത് ശമ്പളം വാങ്ങുന്ന ഒരാൾ ഇപ്പോൾ ജോലിയിൽ നിന്ന് വിരമിക്കുന്ന സമയത്ത് അയാളുടെ ഒരു സംരക്ഷണം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് മസ്റ്റായിട്ടും അയാളുടെ ശമ്പളത്തിൽ നിന്നും ഇത്ര ശതമാനം PF ആയിട്ട് അടച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ ആൾ ജോലി വിരമിക്കുന്ന സമയത്ത് ആ അടച്ച പൈസയും അതിൻ്റെ പലിശയടക്കം അവർക്ക് എന്ത് ചെയ്യും? തിരിച്ച് കിട്ടും. അത് മാത്രമല്ല അതിൽ നിന്ന് ലോണുകൾ എടുക്കാനുമൊക്കെ സൗകര്യം ഉണ്ടായിരിക്കും. ഇതിനെയാണ് പ്രൊവിഡൻറ്റ് ഫണ്ട് അല്ലെങ്കിൽ PF എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും കേട്ടുള്ള പരിചയങ്ങളാണ്.
ഇനി എന്തൊക്കെയാണ് ഈ PF അല്ലെങ്കിൽ പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ പ്രത്യേകതകൾ, ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എല്ലാ മാസവും അടിസ്ഥാന ശമ്പളത്തിൽ നിന്നും ഒരു നിശ്ചിത ശതമാനം തുക PF ആയി ഈടാക്കുന്നതാണ്. ഈ തുകയ്ക്ക് പലിശയും ലഭിക്കുന്നതാണ്. നിക്ഷേപ തുകയും പലിശയും വരുമാന നികുതിയിൽ നിന്ന് വിമുക്തമാണ്. നികുതി വേണ്ട. നിക്ഷേപ തുകയെ അടിസ്ഥാനമാക്കി ലോണുകൾ എടുക്കാനായിട്ട് സാധിക്കും. ഇനി 2 തരത്തിലുള്ള PF ആണുള്ളത്. ജനറൽ PF ഉണ്ട്, പബ്ലിക് PF ഉണ്ട്. ജനറൽ PF എന്ന് പറയുന്നത് ശമ്പളം ലഭിക്കുന്ന ഏതൊരു വ്യക്തിക്കും അയാളുടെ ശമ്പളത്തിന് അനുസൃതമായിട്ടുള്ള ഒരു നിശ്ചിത തുക എല്ലാ മാസം അടയ്ക്കാം. എന്നിട്ട് ആൾ വിരമിക്കുന്ന സമയത്ത് റിട്ടയർഡ് ആകുമ്പോൾ എന്താണ് ആ തുകയും അതിൻ്റെ പലിശയും കൂടെ ആൾക്ക് കിട്ടും. പബ്ലിക് ആയിട്ടുള്ള പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുമ്പോൾ SBIയിലോ അല്ലെങ്കിൽ എന്താണ് പോസ്റ്റ് ഓഫീസിലോ മാസം എന്താണ് ഒരു ഇൻസ്റ്റാൾമെൻറ്റ് പോലെ നിശ്ചിത തുക അടയ്ക്കുക. 5 വർഷത്തിന് ശേഷം എന്താണ് ഈ പൈസ പിൻവലിക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്താണ് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാം. ഈ അക്കൗണ്ടിൽ എന്താണ് വരുമാന നികുതിയിൽ നിന്നും അതിന് പൈസ കൊടുക്കേണ്ട, മുക്തമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് PFനെ കുറിച്ച് പറയാനുള്ളത്. ഇനി എന്താണ് ഇൻഷുറൻസ് പോളിസി? എന്താണ് ഇൻഷുറൻസ് എന്ന് പറയണത്? നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത്. നോക്കിയും ഇപ്പം മനുഷ്യനിർമ്മിതമായിട്ടുള്ള കാര്യങ്ങൾ, അപ്പോൾ എന്തെങ്കിലും അസുഖങ്ങൾ, പെട്ടെന്നുള്ള അസുഖങ്ങൾ നമ്മൾ പോളിസി എടുത്തതിന് ശേഷം, അല്ലാണ്ട് ഒരു അസുഖം ഉണ്ടെന്ന് പറഞ്ഞ് പോളിസി എടുക്കല്ല. പെട്ടെന്നൊരു അസുഖം ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുക, അപ്രതീക്ഷിതമായിട്ടുള്ളൊരു സംഭവം വരുമ്പോൾ നമുക്ക് എന്താണ് ആ പൈസ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കുന്ന ഹോസ്പിറ്റലിൻ്റെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ജനറലായിട്ട് പറയണം കേട്ടോ, ആ ഒരു അവസ്ഥനെ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സാമ്പത്തികമായി സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് ഇൻഷുറൻസ് പോളിസി. മനുഷ്യനിർമ്മിത കാരണങ്ങളാലോ സ്വാഭാവിക കാരണങ്ങളാലോ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ നൽകുന്ന സുരക്ഷയാണ്, നഷ്ടങ്ങൾക്ക് നൽകുന്ന സുരക്ഷയാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ വ്യക്തിഗതമായിട്ട് മാത്രമല്ല, സ്ഥാപനങ്ങൾക്ക്, നമ്മുടെ ആഭരണങ്ങൾക്കൊക്കെ ഇൻഷുറൻസ് ഉണ്ട്. പെട്ടെന്ന് സംഭവിക്കുന്ന നഷ്ടം, ആ നഷ്ടം നികത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സുരക്ഷ, അതിനെയാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മളൊരു പോളിസി എടുക്കുമ്പോൾ എന്താണ് പ്രീമിയം എന്ന് പറയുന്ന ഒരു നിശ്ചിത തുക, പ്രീമിയം എന്ന് പറയുന്ന ഒരു ഗഡു എന്നൊക്കെ പറയില്ലേ, ആ ഗഡു നമ്മൾ ഇത്ര കാലാവധിയിൽ നമ്മൾ അടച്ചുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് നമുക്ക് ഇങ്ങനൊരു നഷ്ടം സംഭവിക്കുമ്പോൾ അതിനനുസൃതമായിട്ടുള്ള തുക നമുക്ക് തിരിച്ച് കിട്ടുള്ളൂ. 2 തരത്തിലാണ് ലൈഫ് ഇൻഷുറൻസ് ഉള്ളത്. ഏതൊക്കെയാണ്? ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് എന്നും ജനറൽ ഇൻഷുറൻസ് എന്നും. അപ്പോൾ നമ്മൾ നമ്മുടെ ഹെൽത്തും അങ്ങനെ ബന്ധപ്പെട്ടെടുക്കുന്നതാണ് ലൈഫ് ഇൻഷുറൻസ്. അതല്ലാതെ നമ്മുടെ വീട്, സ്ഥാപനങ്ങൾ, സ്വർണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻഷുർ ചെയ്യും. അതിനെയാണെന്ന് പറയുക ജനറൽ ഇൻഷുറൻസ് എന്ന് പറയാം. അപ്പം നമ്മുടെ മോഷണം, തീപിടുത്തം, വെള്ളപ്പൊക്കം, വരൾച്ച ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഇൻഷുറൻസുകളാണ് നമ്മൾ ജനറൽ ഇൻഷുറൻസ് എന്ന് പറയാം. അപ്പോൾ പ്രീമിയം തുക നമ്മൾ നിശ്ചിത കാലാവധിക്ക് അടയ്ക്കണം. കാലാവധി കഴിയുമ്പോൾ ഈ തുക നമുക്ക് തിരിച്ചു കിട്ടും. അല്ലെങ്കിൽ ഈ കാലാവധിക്ക് മുന്നേ നമുക്കിതിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിലും ഈ തുക നമുക്ക് ആ നഷ്ടം, എത്രയാണ് നഷ്ടം പറ്റിയത്, ആ നഷ്ടം നമുക്ക് കിട്ടും. നമുക്ക് ആദ്യം പറഞ്ഞ പോലെ കുറച്ച് ടേംസുകളാണ് നോക്കാനുള്ളത്. അതിലൊന്ന് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ UTI. യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും ആർക്കും വ്യക്തിപരമായ പേരിലോ ജോയിൻ്റായ യൂണിറ്റുകൾ വാങ്ങാനായിട്ട് പറ്റും. അപ്പോൾ ഓരോ യൂണിറ്റിനും മുഖവില എന്ന് പറയുന്നത് എത്രയാണ്? 10 അപ്പോൾ ഒരാൾക്ക് 100 വരെ വാങ്ങാം. എല്ലാ വർഷവും ജൂൺ മാസമാണ് UTI അതിൻ്റെ ഡിവിഡൻറ്റുകൾ പ്രഖ്യാപിക്കുക. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ നിക്ഷേപ തുക എന്ന് പറയുന്നത് ഇതിന് നികുതി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്തൊരു ടേമാണ് ഷെയർ, ഓഹരി വിപണി ഇടിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ സ്വകാര്യ കമ്പനികളുടെ ഓഹരി നമ്മൾ വാങ്ങാണ്. അപ്പോൾ നമ്മൾ എത്ര ഓഹരി വാങ്ങുന്നോ അതിനനുസൃതമായിട്ട് ആ കമ്പനിയുടെ ലാഭവും നഷ്ടവും നമ്മൾ പങ്കിടേണ്ടി വരും. കമ്പനി ഇപ്പോൾ ലാഭത്തിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വാങ്ങുന്ന ഓഹരിക്കനുസരിച്ച് ലാഭം നമുക്ക് കിട്ടും. നഷ്ടത്തിലാണെങ്കിലോ ആ നഷ്ടം നമ്മൾ സഹിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മളത് കൊടുക്കേണ്ടി വരും.
സ്വകാര്യ കമ്പനിയിൽ അവരുടെ മൂലധന നിക്ഷേപത്തിന് പൊതുജനങ്ങളിലേക്ക് കൊടുക്കുന്ന ഉടമസ്ഥാവകാശത്തിൻ്റെ ഒരു വിഹിതമാണ് ഓഹരി. ഓഹരി ഉടമകളാണ് കമ്പനിയുടെ യഥാർത്ഥ ഉടമസ്ഥർ. അപ്പോൾ അതായത് വലിയ വലിയ കമ്പനികളാകുമ്പോൾ അവർ ഒരാളിൽ നിക്ഷിപ്തമല്ലാതെ എന്താണ് ഒരുപാട് പേർക്ക് ഓഹരി വിൽക്കും. അപ്പോൾ ഈ കമ്പനിയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നഷ്ടം വന്നു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ചുമക്കണ്ട, ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ലാഭം വന്നു കഴിഞ്ഞാൽ ഓഹരി വിറ്റവർക്കൊക്കെ എന്താണ് ലാഭം കൊടുക്കണം, നഷ്ടം വന്നു കഴിഞ്ഞാൽ ഓഹരി വാങ്ങിയവരൊക്കെ അതിൻ്റെ നഷ്ടം വഹിക്കേണ്ടി വരും. ഇനി അടുത്തത് കടപ്പത്രങ്ങൾ. ഒരു നിശ്ചിത ശതമാനം പലിശ നിരക്കിൽ ഗവൺമെൻറ്റിൽ നിന്നോ മറ്റു കമ്പനികളിൽ നിന്നോ മൂലധനം സമ്പാദിക്കുന്നതിന് ഒരു സ്വകാര്യ കമ്പനി പുറപ്പെടുവിക്കുന്ന രേഖയാണെന്ത്? കടപ്പത്രങ്ങൾ. ഒന്നുകിൽ ഗവൺമെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ എന്താണ് വേറെ ഏതെങ്കിലും കമ്പനിയിൽ നിന്ന് എന്ത് ചെയ്യുക, അവരുടെ ക്യാപിറ്റൽ മൂലധനം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പനി പുറപ്പെടുവിക്കുന്ന രേഖ, ആ രേഖേനെയാണ് എന്ത് പറയുക? കടപ്പത്രങ്ങളെന്ന് പറയാം. ഇനി എന്താണ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഭൂസ്വത്ത് എന്ന് പറയണത്? പേര് കേൾക്കുമ്പോൾ നമുക്കറിയാമല്ലോ എന്താണ്, നമ്മുടെ കയ്യിലുള്ള സമ്പാദ്യം അല്ലെങ്കിൽ നമ്മുടെ പണം നമ്മൾ എന്താക്കി മാറ്റാണ്? ഭൂമിയാക്കി മാറ്റാണ്. നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് എന്താണ് നമ്മൾ അതിനെ വിറ്റിട്ട് വീണ്ടും ആ മൂലധനം അല്ലെങ്കിൽ പണമാക്കി മാറ്റുന്നു. വലിയ തോതിൽ നിക്ഷേപം സ്വരൂപിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഭൂമിയോ ആഭരണങ്ങളായോ സമ്പാദിക്കാവുന്നതാണ്. അവയുടെ വില ഇടിയും മുൻപ് വിറ്റ് ലാഭം നേടാവുന്നതാണ്. ഭൂസ്വത്ത് വിൽക്കുന്നതിൻ്റെ ദോഷവശം എന്താണെന്നാൽ ഭൂമി വാങ്ങാൻ ആവശ്യക്കാരനെ കണ്ടെത്താൻ കാലതാമസം എടുക്കും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പണം, നമ്മളിപ്പോൾ സമ്പത്തുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഇയാൾക്ക് ഇത്ര കോടി ആസ്തി ഉണ്ടെന്ന് പറയുമ്പോൾ അത്രയും കോടി രൂപ അയാളുടെ കയ്യിലുണ്ടെന്നല്ല അതിനർത്ഥം. എന്താണ്, അത്രയും കോടിയുടെ മുതലുകളുണ്ട് അയാൾക്ക്. വീട്, കാറ്, ആഭരണങ്ങൾ, അങ്ങനെ പല 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 സാധനങ്ങളുടെ ആ മൂല്യം കൂട്ടുമ്പോൾ എന്താണ് അത്ര കോടി അയാൾക്ക് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഭൂസ്വത്ത് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ കയ്യിലുള്ള പണം നമ്മളെന്താണ് കൊടുത്ത് നമ്മളൊരു ഭൂമി വാങ്ങുന്നു, അത് നമ്മുടെ സ്വത്താണ് അല്ലെങ്കിൽ അത് നമ്മുടെ പണം ആ പണത്തിൻ്റെ മൂല്യം തന്നെ എന്തിനുണ്ട്? ആ ഭൂമിക്കുണ്ട്. ഇനി നമ്മുടെ ആവശ്യാനുസരണം എന്താണ് നമ്മളത് വിറ്റ് പൈസയാക്കും. അപ്പോൾ ഇതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് ഇത് വിൽക്കാൻ പോണ നേരത്ത് ആവശ്യക്കാരെ കണ്ടെത്താനായിട്ട് നമുക്ക് ഒരുപാട് സമയം എടുക്കേണ്ടി വരും. ഇനി എന്താണ് ജ്വല്ലറി അല്ലെങ്കിൽ ആഭരണം എന്ന് പറയുന്നത്? ഇതേപോലെ തന്നെ എന്താണ് നമ്മുടെ പണം നമ്മൾ മറ്റൊരു രീതിയിൽ സമ്പാദിച്ച് വയ്ക്കുക. അതെങ്ങനെയാണ്? നമ്മൾ ഗോൾഡോ അല്ലെങ്കിൽ ഡയമണ്ടോ ഒക്കെ ആയിട്ടുള്ള ജ്വല്ലറികൾ ആഭരണങ്ങളായിട്ട് നമ്മൾ മാറ്റി വയ്ക്കാം. ഇനി ആഭരണങ്ങളാണെങ്കിൽ ഇതുപോലെ തന്നെ നഷ്ടമുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഗോൾഡിന് റേറ്റ് കൂടുതലാണ്, പക്ഷേ പെട്ടെന്ന് ഗോൾഡ് നമ്മൾ വാങ്ങിയപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ഗോൾഡ് വാങ്ങിയെന്ന് വിചാരിക്കാം. ഇനി നമ്മളത് ആവശ്യത്തിന് വിൽക്കാൻ നോക്കുന്ന സമയത്ത് ഗോൾഡിന് ഒരു പവന് 10,000 രൂപയെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ ഒരു നഷ്ടം ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അതിന് നഷ്ടം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഭൂമിയാണെങ്കിലും ആഭരണമാണെങ്കിലും വേറെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വേറെ ധനകാര്യ സ്ഥാപനങ്ങൾ വെച്ചിട്ട് നമുക്ക് പണം കടമെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് നോക്കാനുള്ളത്, ഇപ്പോൾ നമ്മൾ നേരത്തെ ബാങ്കിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങി, അപ്പോൾ നമ്മുടെ അക്കൗണ്ട് നമ്മൾ പൈസ ഇട്ട് തുടങ്ങി, അപ്പോൾ നമുക്ക് അക്കൗണ്ട് ബുക്കും ചെക്കും ഒക്കെ തന്നു. ഇനി അതിൽ കൂടെ അവർ വേറെ എന്തൊക്കെ സേവനങ്ങളാണ് നമുക്ക് തരുന്നത്? നമ്മൾ ആവശ്യമുള്ള സമയത്ത് എന്താണ് അക്കൗണ്ട് ബുക്കും ചെക്ക് ലീഫൊക്കെ എഴുതി കൊണ്ടുപോയിട്ട് നമ്മൾ പൈസ എടുക്കും. പക്ഷേ പിന്നെ പുതിയ എന്തൊക്കെ സേവനങ്ങളാണ് നമുക്ക് ഇതുപോലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ തരുന്നതെന്നാണ് നോക്കുന്നത്. അതിലൊന്നാമത്തത് ഡെബിറ്റ് കാർഡ്. ഏതൊരു ബാങ്ക് നിക്ഷേപത്തിനും മേലും ബാങ്ക് നൽകുന്ന കാർഡാണെന്ത്? ഡെബിറ്റ് കാർഡ്. ഈ കാർഡ് ഉപയോഗിച്ച് നമുക്ക് പണം ചെലവഴിക്കാൻ പറ്റും. ATM വഴി പണം പിൻവലിക്കുമ്പോഴും ബാങ്ക് അക്കൗണ്ട് ചെലവഴിച്ച പണം കുറവ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങാനും ഒക്കെ പോകുമ്പോൾ എന്താണ് ആ ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് നമുക്ക് വാങ്ങാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പൈസ പോണതിനനുസരിച്ച് എന്താണ് നമ്മുടെ അക്കൗണ്ടിൽ പൈസ കുറയും. പിന്നെയുള്ളത് എന്താണ്? ATM കാർഡ്. അപ്പോൾ ബാങ്ക് ഓപ്പൺ ആയാലും അല്ലെങ്കിലും എന്താണ് നമുക്ക് 24 മണിക്കൂറും ബാങ്കിൽ നമ്മുടെ അക്കൗണ്ട് കൈകാര്യം ചെയ്യാനായിട്ടുള്ള സൗകര്യമുള്ളതാണ് എന്ത്? ATM കാർഡ്. ഇപ്പോൾ ATM കാർഡ് ഉപയോഗിച്ച് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? പൈസ എടുക്കാൻ മാത്രമല്ല CDMകളൊക്കെ വഴി ഇടാനും കൂടെ പറ്റും. പിന്നെയുള്ളതാണ് ലോണുകൾ. പലതരത്തിലുള്ള ലോണുകൾ, വ്യക്തിഗത ലോണുകൾ, വിദ്യാഭ്യാസ ലോണുകൾ,
ഭവന വായ്പ, വാഹന വായ്പ എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള ലോണുകൾ, പല പലിശകളിൽ, നിശ്ചിത കാലാവധി തിരിച്ചടവുകൾ, പലതരത്തിൽ എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതികളിൽ പല ബാങ്കുകളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇനിയുള്ളതാണ് ഇ ബാങ്കിങ്, അതായത് ഇൻ്റർനെറ്റ് മുഖേന ബാങ്കിങ് സൗകര്യങ്ങൾ ലഭ്യമാക്കാം. ബാങ്ക് ബാലൻസ് നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ പറ്റും അല്ലേ. ചില ബാങ്കുകളൊക്കെ പ്രത്യേക നമ്പർ ഉണ്ടാവും, അല്ലെങ്കിൽ മിസ് കോൾ അടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ വരും നമുക്ക് എന്ത് മെസ്സേജ്. ക്രെഡിറ്റ് ലഭ്യമായ തുക അറിയാനായിട്ട് എത്രയുണ്ടെന്ന്, ചെക്ക് ബുക്ക്, ഡ്രാഫ്റ്റ് ഇതിനൊക്കെ അപേക്ഷിക്കാൻ പറ്റും. ടെലി മാർക്കറ്റിങ്ങിലൂടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം അല്ലേ, ഈ ഗൂഗിൾ പേ ഒക്കെ വഴി ചെയ്യാം. റെയിൽവേ വിമാന ടിക്കറ്റുകളൊക്കെ എടുക്കാൻ പറ്റും. ടെലിഫോൺ, ജലം, വൈദ്യുത ബില്ലുകളൊക്കെ അടയ്ക്കാൻ, ഇതൊക്കെ എന്താണ് ബാങ്കുകൾ കൊടുക്കുന്ന സൗകര്യങ്ങളാണ്. അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. കുറച്ചും കൂടിയും വലിയ ചാപ്റ്ററായിരുന്നു വരുമാന നിർവഹണം. കാരണം എന്താണ്, ജോലി ചെയ്ത് പൈസ കിട്ടിക്കഴിഞ്ഞാൽ ചിലവാക്കാനായിട്ട് ടപ്പേത് ചിലവായി തീരും. പക്ഷെ അതെങ്ങനെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചെടുത്തു അല്ലേ. ഇത്തിരി നേരത്തെയൊക്കെ പറഞ്ഞതിനേക്കാളും കുറച്ചും കൂടിയും വലിയ ചാപ്റ്ററാണ്. അപ്പം നന്നായിട്ടത് ഓരോന്നും നോക്കി നോക്കി പഠിക്കാം. പിന്നെ ചിലവ്, വരവ് അതൊക്കെ കൃത്യമായിട്ട് നോക്കുക. പിന്നെ ബാങ്കുകൾ നൽകുന്ന സേവനങ്ങൾ, അങ്ങനെ ബാങ്കിൻ്റെ കാര്യങ്ങളൊക്കെ പറയണില്ലേ, അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. താങ്ക് യു.